അടുത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ഭൂമിക്കടിയിലെ കൃഷിയാണ്, കേരള കൃഷിയാണ് അല്ലെ. കപ്പയും ചേനയും ചേമ്പും ഒക്കെയാണ് അതിന് സംഭവിക്കുമ്പോ നാളികേരം ഉടനെയിട്ടുണ്ട് പോകും, ഭക്ഷിക്ക പരുവത്തിലാകാൻ പറ്റുള്ളൂ അല്ലേ. ആന വാഴ നശിപ്പിക്കും, തെങ്ങ് നശിപ്പിക്കും, എല്ലാം തകർക്കും. വയലുകളിൽ വേറെ പന്നിയുടെ ആക്രമണം നിരന്തരമായി. ഇപ്പൊ ഞങ്ങൾക്ക് അപ്പുറത്ത് ആറളത്ത് വെച്ച് ഒരു സിസ്റ്റർ പരാതി എന്നത് വനാതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് അവരുടെ മരം. അതിലെ മുഴുവൻ വന്യമൃഗങ്ങൾ അതിനകത്ത് എല്ലാ ദിവസവും. അത്രമാത്രം വനാതിർത്തി മാത്രമല്ല, വനാതിർത്തി കടന്ന നാട്ടിലേക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടായി. പരിഹാരം വേണ്ടേ? ഇപ്പൊ സർക്കാർ ചെയ്തിരിക്കുന്ന എന്താ? മുൻ പ്രധാനമന്ത്രിയായ ശ്രീ കെ സുധാകരൻ MP പറഞ്ഞു, അദ്ദേഹം ചെയ്തപ്പോഴുള്ള ശ്രമങ്ങൾ പൂർണ്ണമായ വിജയത്തിലെത്തിയില്ല. അന്ന് ഇത്രയും പ്രശ്നമില്ല, ഇത്രയും രൂക്ഷമായ പ്രശ്നമൊന്നില്ല. പരമ്പരാഗതമായ രീതികളുണ്ട് അല്ലെ. ആനയെ കിടന്നു പിടിക്കുക, ആറളത്ത് കെട്ടിയതുപോലെ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കെട്ടിയതുപോലെ മതിൽ കെട്ടുക, സൗരോർജ വേലി വെക്കുക, റെയിൽ ഗാർഡ് വെക്കുക, കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് നിങ്ങൾക്ക് അറിയോ, ഒന്നും ചെയ്തിട്ടില്ല. പൂജ്യമാണ് ചെലവാക്കിയ പണം. ഈ വന്യജീവി ആക്രമണം കേരളത്തിൽ ഇത്രമാത്രം വർദ്ധിച്ചു വന്ന ഈ 4 കൊല്ലം പരമ്പരാഗതമായ രീതിയിൽ വന്യജീവികളെ പ്രതിരോധിക്കാൻ 1 രൂപ ഉറക്കിയിട്ട് ഞങ്ങൾ ചോദിച്ചു, മറുപടി ഉണ്ടായില്ല. മുഖ്യമന്ത്രി തലകുനിച്ചിരുന്നു, 1 രൂപ മുടക്കിയിട്ടില്ല. നമ്മുടെ ഡിമാൻഡ് എന്താണ്? പരമ്പരാഗതമായ രീതിയിലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം അനുവദിക്കണം. ഇതിന് കെട്ടാൻ, കിടങ്ങൾ ഉണ്ടാക്കാൻ, സൗരോർജ വേലി ഉണ്ടാക്കാൻ. അത് മാത്രം പോലെ ഇന്ന് ലോകത്ത്, നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ സംസ്ഥാനങ്ങൾ ഈ മൃഗങ്ങളെ വരുന്നതറിയാൻ ഉള്ള സംവിധാനങ്ങളുണ്ട്. വരുന്നത് അറിഞ്ഞാൽ അതിനെ തിരിച്ചോടിക്കാനുള്ള ആധുനികമായ സംവിധാനങ്ങളുണ്ട്. ചിലതിനെ ശബ്ദമുണ്ടാക്കി ഓടിക്കും. പല സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ചോ, വാൽപ്പാറ ഏറ്റവും കൂടുതൽ ആന ആക്രമണം ഉണ്ടായ സ്ഥലം. ഇപ്പൊ ആനകളെ ശരിയില്ല. തമിഴ്നാട് ഗവൺമെന്റും കർണാടക ഗവൺമെന്റും മധ്യപ്രദേശും ഹിമാചൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പുതിയ സങ്കേതങ്ങൾ കൊണ്ടുവരികയാണ്. വനാതിർത്തികളിൽ മൃഗങ്ങൾ എത്താതിരിക്കാൻ, എത്തിയാൽ തിരിച്ചോടിക്കാൻ ഉള്ള പുതിയ മാർഗങ്ങൾ. ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഈ വന്യജീവി വകുപ്പ് സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് കയറുന്നതല്ല. ഇങ്ങനെയുള്ള ഒരു മാർഗവും അന്വേഷിച്ചവർ പോയിട്ടില്ല, ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് വനസംരക്ഷണത്തിനോട് ഒരു വിയോജിപ്പില്ല, അതിന്റെ കൂടെയാണ് ഞങ്ങൾ. പക്ഷേ കേരളത്തിൽ ഭൂവിസ്തൃതിയുടെ 29.1% വനമാണ്. ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ കൂടുതലാണ് വനം. ഇനി വനം വേണ്ട. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കേരളം. മറക്കാമോ? എന്നിട്ടിപ്പോ എന്താ?